അസ്സലാമലൈക്കും. പിന്നെ നാളെ നോമ്പുണ്ടോ? നോമ്പില്ലാന്ന് എനക്കറിയാ. ഞാൻ പറയും ചെയ്തു, എന്റെ മോന്റെ ഭാര്യയെല്ലാം ഖുറാബിയല്ലേ, എന്റെ പെണ്ണുങ്ങളെല്ലാം. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെ ഒരു നോമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടില്ല, റസൂൽ ചെയ്തിട്ടില്ല, ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നാളെ മെഹ്റാജിന് നോമ്പുണ്ടെങ്കിൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഇങ്ങനെ ഒരു നോമ്പുണ്ട്, നിങ്ങൾ തിങ്കളാഴ്ച നോമ്പെടുക്കണം, കാരണം തിങ്കളാഴ്ച ഞാൻ ജനിച്ച ദിവസമാണ്, അതുകൊണ്ട് അന്ന് നിങ്ങൾ നോമ്പെടുക്കണം. പിന്നെ എല്ലാ മാസവും 13, 14, 15 തീയതികളിൽ നോമ്പെടുക്കണം. ഇങ്ങനെ വ്യാഴം നോമ്പെടുക്കണം. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാൻ പറഞ്ഞു തന്ന ദിവസങ്ങൾ പലതുമുണ്ട്. നോമ്പെടുക്കാൻ പറഞ്ഞ ദിവസം ഈ ഇബ്ലീസ് കൊണ്ടുവന്ന നോമ്പുണ്ടല്ലോ, മുഹറം മിഹ്റാജിന്റെ നോമ്പ്, അതുപോലെ ബറാത്ത് നോമ്പ്, ഇത് രണ്ട് ഇബ്ലീസ് കൊണ്ടുവന്ന, അള്ളാഹു റസൂലും കൊണ്ടുവന്നല്ല. ആ നോമ്പെടുക്കാൻ ജനങ്ങൾ എന്താ അതിനുള്ള ഉഷാറെന്നറിയോ? എത്ര ഉഷാറായി, തകൃതിയാണ് ആ നോമ്പ്. കാരണം എന്താ? അത് ഇബ്ലീസ് കൊണ്ടുവന്നതാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കുറേ നോമ്പുണ്ട് ഒരു മാസത്തിൽ. ഒരൊറ്റ നോമ്പും ഇക്കൂട്ടർ എടുക്കില്ല. അങ്ങനെ ഒരു നോമ്പുള്ളത് ഇവർക്ക് അറിയേണ്ടാവില്ല ചിലപ്പോൾ. ഇബ്ലീസ് പഠിപ്പിച്ചതായതുകൊണ്ട് ബറാത്ത് നോമ്പും അതുപോലെ റജബ് 27 നോമ്പും അത് ഇബ്ലീസ് പഠിപ്പിച്ചതായതുകൊണ്ട് എല്ലാവർക്കും അതറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് നോമ്പ് എത്ര ഉണ്ടെന്ന് ചോദിച്ചു ഇവരോടൊക്കെ ഈ ഇബ്ലീസിൻ്റെ നോമ്പെടുക്കുന്ന ആൾക്കാരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് എത്ര സുന്നത്ത് നോമ്പുകളുണ്ടെന്ന് ചോദിച്ചു നോക്കെ. ഇവരുടെ കൂട്ടത്തിൽ എത്ര ആളാ നോമ്പെടുക്കാറുണ്ട് എന്നൊന്ന് ചോദിച്ചു നോക്കെ. ഇബ്ലീസ് കൊണ്ടുവന്ന നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ വയലും അങ്ങനെ അതിനു വേണ്ടി വയലും വാദപ്രയോഗം എന്തൊക്കെയാണ് നടത്തുന്നത്, എന്തിനു വേണ്ടി? ഇബ്ലീസ് കൊണ്ടുവന്ന നോമ്പ് മുസ്ലിങ്ങളെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന നോമ്പ് ആരോടും പറയാറുണ്ടോ? ഇന്ന് നോമ്പാണ്, ഇന്ന് തിങ്കളാഴ്ച, ഇന്ന് ഞായറാഴ്ച, നാളെ നോമ്പാ, ഇന്ന് രാത്രി നമുക്ക് നോമ്പ് എടുക്കണം പറയാറുണ്ടോ? 13, 14, 15 ആണേ നാളെ മറ്റന്നാളും അല്ലോ നോമ്പെടുക്കണേ എന്നാരും പറയാറുണ്ടോ? കാരണം എന്താ? അത് ഇബാദത്താണ്, പഠിച്ചവൻ്റെ അടുത്തുനിന്ന് കൂലി കിട്ടുന്ന കാര്യമാണ്. ഇത് പഠിച്ചവൻ്റെ അടുത്തുനിന്ന് കൂലിയല്ല, ശിക്ഷ കിട്ടുക. പഠിച്ചവൻ്റെ അടുത്തുനിന്ന് ശിക്ഷ കിട്ടുന്ന നോമ്പടിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ തകൃതികളാണ് നടക്കുന്നതെന്നറിയാം. നഊദുബില്ല. ഇവരൊക്കെ മരിച്ചിട്ട് പരലോകത്തെത്തുമ്പോൾ അവിടുന്ന് തിരിഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല, ഇവിടുന്ന് തിരിയണം, എന്നിട്ട് ആ നോമ്പെടുക്കാതിരിക്കണം. പകരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് എന്ന സുന്നത്ത് നോമ്പുകൾ എടുക്കണം. കഴിയോ മൗലവിമാർക്ക്, സമസ്തക്കാർക്ക്? കഴിയില്ല. കാരണം മൗലവിമാർ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും. ഓക്കെ ശ്രീക്കെ, ഞാൻ ഇത് പറഞ്ഞു കൊടുത്തത് തിരിയേണ്ടി നിങ്ങൾക്ക്.